ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ താമസിയാതെ വെക്കേഷൻ വരും, സ്കൂൾ അടച്ച സമയം. അപ്പോൾ നമ്മളുടെ മിക്ക വീടുകളിലും കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ബന്ധുവീടുകളിലൊക്കെ സന്ദർശിക്കാനും അവിടെ കൂട്ടുകാരോടൊത്ത് കളിക്കാനൊക്കെ അവർക്ക് വലിയ സന്തോഷവും താല്പര്യമായിരിക്കും. പക്ഷേ താല്പര്യം മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്കൂൾ അടയ്ക്കട്ടെ, അപ്പം നിന്നെ വിടാം എന്നുള്ളതായിരിക്കും പലപ്പോഴും മാതാപിതാക്കളുടെ മറുപടി. അപ്പോൾ നമ്മളെ എന്തുകൊണ്ടാണ് അങ്ങനെ വിടാൻ അനുവദിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ബന്ധുക്കളാകുമ്പോൾ കുട്ടികളുടെ മേലെ എല്ലായ്പ്പോഴും അവർക്ക് നോട്ടം ഉണ്ടാവും, സമയത്ത് ആഹാരം കൊടുക്കും, അല്ലേ, ഒരു കെയർ ഉണ്ടാവും. അതാണ്. പിന്നെ താരതമ്യേന സുരക്ഷിതമാണ്, നമ്മളുടെ അടുത്ത ബന്ധുക്കളായതുകൊണ്ട് സുരക്ഷിതമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന വശം. നമ്മൾ പലപ്പോഴും അങ്ങനെ കുട്ടികളെ അയക്കാൻ തയ്യാറാകുന്നതിൻ്റെ കാരണം അതാണ്. ഇതിൻ്റെ പിന്നിലൊരു വലിയ അപകടം ചിലപ്പോൾ സ്ഥിതി ചെയ്തേക്കാം. ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഒരു 25 വർഷത്തിലധികം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ ഇന്ന് ടെക്നോളജി പരമായിട്ട് വളരെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ അറിവ് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അതുപോലുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. നമുക്കതിലത്തെ പലതും അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് പലപ്പോഴും കുട്ടികൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ചില ഗെയിമുകളോ വീഡിയോകളൊക്കെ പെട്ടെന്ന് എടുത്ത് പ്ലേ ചെയ്യുന്ന കാണാം. മാതാപിതാക്കൾക്ക് അത്രയും ഒരു പെട്ടെന്ന് നടക്കാനും പലപ്പോഴും കഴിഞ്ഞെന്നും വരില്ല, നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ മുതിർന്നവരെക്കാളും നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയും കഴിവുമുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ പറയാൻ കാരണം, നമ്മുടെ സ്വന്തം വീട്ടിലാകുമ്പോൾ നമുക്ക് ഫോണിൻ്റെ കാര്യത്തിലൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ നിയന്ത്രണം ഉണ്ടാവും. അവരെന്ത് ചെയ്യുന്നു, ഏത് ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ ബന്ധുവീട്ടിലാകുമ്പം സ്വാഭാവികമായിട്ട് അവരുടെ തരപ്പടിക്കാരായ കുട്ടികളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അവരെ ഒരുമിച്ചിരുന്ന് പല വിധത്തിലുള്ള പത്തുകൾ ആസൂത്രണം ചെയ്യും. എന്ന് പറഞ്ഞാൽ വിശേഷിച്ച് കൗമാരപ്രായക്കാരായ കുട്ടികളാണല്ലോ കളിക്കാൻ വേണ്ടി പോകുന്നത്. കൗമാരത്തിൽ ജിജ്ഞാസയുടെ സമയമാണ്. അവരുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയം തന്നെയല്ല, ഒത്തിരി ജിജ്ഞാസ ഉണ്ടാവും അവർക്ക് കാര്യങ്ങൾ അറിയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മൊബൈൽ ഫോണിലൂടെ ഒത്തിരി കാര്യങ്ങൾ, വിശേഷിച്ച് ഫോൺ വീഡിയോകൾ, ലൈംഗികത, ധാർമ്മികതയെ ചിത്രീകരിക്കുന്ന ധാരാളം വീഡിയോകൾ ഉണ്ട്. അപ്പോൾ ഇത് സംഘം കൂടിയിരുന്നൊരു പക്ഷേ അവർ കാണാനോ അങ്ങനെ പദ്ധതി ആസൂത്രണം ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പിന്നീട് ഇത് പരീക്ഷിച്ച് നോക്കാനുള്ള സാഹചര്യങ്ങൾ. വീട്ടിലാകുമ്പോൾ നിയന്ത്രണം ഉണ്ടാവില്ല എപ്പോഴും. പക്ഷെ എവിടെയാകുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ല മാതാപിതാക്കൾ. വിശേഷിച്ച് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ, കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റായ വഴിയിലേക്ക് ചായാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു നേതൃത്വം ഉണ്ട് എന്ന് ഉറപ്പുള്ളിടത്ത് മാത്രമേ ഇതാണ് നമ്മൾ വിടേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ചില അപകടങ്ങൾ അതിൽ പതിയിരിപ്പുണ്ട്. ഇനിയിപ്പോൾ അത് പെൺകുട്ടികളുണ്ടെന്ന് നിർബന്ധം വേണ്ട, ആൺകുട്ടികൾ മാത്രമുള്ള വീടുകളിലാണെങ്കിൽ പോലും അവർ കമ്പനി കൂടി ഒരുപക്ഷെ ഈ ജിജ്ഞാസയുടെ പേരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കാനോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനോ അങ്ങനെ ശരിയല്ലാത്ത ചില വിവരങ്ങൾ അവർക്ക് ലഭിക്കും. ആ വിധത്തിൽ അവർ പിന്നീട് ജീവിതത്തിൽ മോശമായ അനന്തരഫലങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വെക്കേഷൻ സമയം എവിടെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്ന കാര്യത്തിൽ നല്ല വിവേചനം ആവശ്യമാണ്. ഇതിൻ്റെ അർത്ഥം ബന്ധുവീട്ടിൽ പോകണ്ട എന്നർത്ഥത്തിലല്ല ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ ശീലമുണ്ട് പലർക്ക്. ഒരുപക്ഷെ 2 ആഴ്ചയോ ഒരാഴ്ചയോ ഒക്കെ തുടർച്ചയായിട്ട് ബന്ധുവീട്ടിൽ കഴിഞ്ഞിട്ട് പിന്നീട് പോയി അവരെ കൊണ്ടിരുന്ന സാഹചര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കുട്ടികളായിട്ട് നന്നായിട്ട് ഇവർ ഇടപെടാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുണ്ട്. കുട്ടികളാണല്ലോ എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ അത്ര കെയർ ഒരുപക്ഷെ എടുക്കത്തില്ല. പക്ഷേ മുൻകാലമല്ല, ഇപ്പോഴത്തെ കാലം. കുട്ടികൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല അറിവുണ്ട്. കാരണം നവമാധ്യമങ്ങളിലൂടെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും അധികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ബന്ധുവീടുകളിലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം ഒരു വിധത്തിലുള്ളൊരു വിശ്വാസം അവർക്ക് പരസ്പരം ഉണ്ടാവും ബന്ധുക്കൾക്ക്. അങ്ങനെയൊന്നും സംഭവിക്കുന്ന സാഹചര്യമല്ല, എനിക്ക് അവരെ അറിയാം, കുടുംബക്കാരെ അറിയാം ആ വിധത്തിൽ. പക്ഷെ അതല്ല, നമ്മളെല്ലായ്പ്പോഴും കെയർ ഉള്ളത് നല്ലതാണ്. അതുകൊണ്ട്
വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ കൊണ്ട് ഒരുപക്ഷെ കുടുംബപരമായിട്ടുള്ളൊരു ഒരു ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യും. അപ്പോൾ അത് കുട്ടികൾക്ക് ഒരുപക്ഷെ നിരന്തര ശല്യമായിരിക്കും, കൂട്ടുകൂടാൻ പോകണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും എടുത്തിട്ടാണ് പലപ്പോഴും ബന്ധുവീട്ടിലേക്ക് അയക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. എന്നാൽ നിങ്ങളെ നേരത്തെങ്കിലും നിങ്ങൾക്ക് ബന്ധുവീട്ടിൽ സന്ദർശിക്കാം. ഒരു ദിവസം 2 ദിവസം തങ്ങി മാതാപിതാക്കൾക്കൊപ്പം തങ്ങിയിട്ട് നിങ്ങൾക്ക് പോകുന്നതിൽ തെറ്റില്ല. പക്ഷെ ഞാൻ അർത്ഥമാക്കുന്നത് പലപ്പോഴും കുട്ടികളെ അവിടെ വിട്ടിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് പോയി കൂടിക്കൊണ്ടുവരുന്നൊരു സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോർഡ് ഒഴിവാക്കാൻ കൊണ്ട് വെക്കേഷൻ സമയങ്ങളിൽ നിങ്ങൾക്ക് ഫാമിലിപരമായിട്ട് ട്രിപ്പ് ആസൂത്രണം ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു വിരസത അങ്ങോട്ട് ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, കൗമാരപ്രായത്തിലായിരിക്കുമ്പോൾ കുട്ടികളെ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. നോ എന്ന് പറയേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ അവർക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളത് പലപ്പോഴും മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള പ്രയാസമുള്ള സംഗതിയാണ് കുട്ടികളോട്. എന്നാൽ ഏറ്റവും നല്ല അധ്യാപകരെന്ന നിലയിൽ മാതാപിതാക്കളാണ് ആയിരിക്കേണ്ടത്. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പലപ്പോഴും കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയായ ദിശയിലായിരിക്കില്ല. അപ്പോൾ അവരുടെ തെറ്റിദ്ധാരണകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പിന്നീടുള്ള ജീവിതത്തിൽ അത് മോശമായ അനന്തരഫലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും മക്കളെ പഠിപ്പിക്കാൻ കഴിയും. ഏതെല്ലാം സാഹചര്യങ്ങളിൽ നോ പറയേണ്ടതുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ട് കുട്ടികൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെക്കേഷൻ സമയങ്ങളിൽ കുട്ടികളെ ബന്ധുവീടുകളിലേക്ക് അയക്കണോ എന്നുള്ളത് സംബന്ധിച്ചും അയക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ, ഏത് സാഹചര്യത്തിൽ, ഏത് വിധത്തിലായിരിക്കണം എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും നല്ലതാണ്. മുൻകാലങ്ങളെ പോലെ അത്ര സുരക്ഷിതമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ വലിയൊരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറെ വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.